തങ്കമ്മേ, തങ്കം, ഡൽഹിയിൽ ഭയങ്കര തണുപ്പാണ്. മോളിവിടെ ഉറങ്ങയാണ്. തങ്കം, ഞാൻ പ്ലെയിനിലാണ് വന്നത്. അടുത്ത പ്രാവശ്യം എഡിറ്റേഴ്സ് കോൺഫറൻസിന് പോകുമ്പോൾ ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലായ്മ? ഒന്നുമില്ല. ഏയ് അതെ, എന്താണ് പറയ്, എന്താ? അങ്ങതിന്റെ പത്രാധിപരല്ലേ? അതെ, എന്താ സംശയം? സ്വന്തം പെങ്ങളെ പറ്റി ഇങ്ങനെ എഴുതിക്കുന്ന പത്രാധിപരോട് എനിക്ക് വെറുപ്പാണ്. എനിക്കിങ്ങനെ വലിയ വീട്ടിൽ താമസിക്കണമെന്നില്ല. ശ്യാമളയെ പറ്റിയുള്ള ഈ റിപ്പോർട്ട് എങ്ങനെ വന്നു? കലയുടെയും സ്പോർട്സിന്റെയും കാളം കൈകാര്യം ചെയ്യുന്ന ഞാനല്ലേ സാർ, ഞാനത് കുറിച്ചു. എന്റെ സഹോദരിയെ പറ്റി ഇത്തരം റിപ്പോർട്ട് വന്നാൽ എന്നോട് ചോദിക്കേണ്ട ഒരു സാമാന്യ മര്യാദ നിങ്ങൾക്കില്ല. ഒരു ലേഖനം വന്നാൽ സാറ് വരുന്നത് വരെ വെച്ച് താമസിപ്പിച്ചു. ഇതാണോ മനുഷ്യ പത്രമര്യാദ? നിങ്ങൾ ഈ ന്യൂസിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അന്വേഷിച്ചോ? മാനേജിംഗ് എഡിറ്റർ റിപ്പോർട്ട് തന്നയച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സാർ? ഓഹോ, ഇപ്പോൾ മനസ്സിലായി. അയാൾ പണം തന്ന് എന്നെ ഡൽഹിക്ക് അയച്ചത് ഇതിനായിരുന്നു. ഇത് ഞാനാണ്. ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും. അതെ, പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ എന്തായി? അതിനി പ്രയാസമൊന്നുമില്ല. കത്ത് കഴിക്കൂ. ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോഴേക്കും വീടിന്റെ പണിയുമൊക്കെ തീരുമല്ലോ. തടിയുടെ ആവശ്യത്തിന് ഇലഞ്ഞിക്കലെ പടിഞ്ഞാറക്കെട്ടും അടുക്കളയും പൊളിക്കാം. ഓ, അത് വേണ്ട, അത് വേണ്ട. ഞാനായിട്ട് ഒരു തറവാട് പൊളിപ്പിച്ചെന്ന് ആളുകൾ പറയും. എന്തായാലും എനിക്ക് ഞാൻ മേൽവിലാസം വേണ്ട, അത് പൊളിക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പുക്കുട്ടമ്പിള്ള വരുന്നു. നിങ്ങൾ തമ്മിൽ കാണണ്ട, മുകളിലോട്ട് പോയിരിക്കും. അയാളെ മുഖത്ത് നോക്കാൻ എനിക്കും പ്രയാസമുണ്ട്. വരും. അപ്പുകുട്ടമ്പിള്ളേ, യാത്രയൊക്കെ സുഖമായിരുന്നോ? വളരെ സുഖമായിരുന്നു. എന്താ? എന്താണിത്? എന്റെ രാജിക്കത്ത്. കാര്യം? നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേലാമ്പിള്ളെ, കുറ്റം എന്റേതാ. സത്യത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ഞാൻ എന്നെ നിങ്ങൾക്ക് വിൽക്കുകയായിരുന്നു. തൽക്കാലം മറ്റൊന്നും പറയണമെന്നില്ല, എന്റെ രാജി സ്വീകരിച്ചേക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മിസ്റ്റർ അപ്പുകുട്ടമ്പിള്ളേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? പണം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ഈ ലോകത്ത് നേടാൻ വയ്യാത്തതായി ഒന്നുമില്ലെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ പഴയ മുതലാളിയല്ല, പുതിയ മുതലാളി. പലിശയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ലാഭം പത്രം നടത്തി നഷ്ടം വന്നാലും കിട്ടുമെന്ന് കരുതുന്ന മുതലാളി. തൽക്കാലം നിങ്ങൾ ജയിച്ചിരിക്കുന്നു വേലാമ്പിള്ളെ. ഓ ശരി, നിങ്ങളുടെ സഹോദരിയെ പറ്റിയുള്ള റിപ്പോർട്ട് വന്നതാണ് കാര്യം. ഇന്ന് തന്നെ അതിനെതിരെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തോളൂ. അത്രത്തോളം ബുദ്ധിമോശം എനിക്ക് വന്നില്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇനിയും നാട്ടണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആവാം, അതിന് എന്നെ ഉപയോഗിക്കണം. അങ്ങനെ ഒരു റിപ്പോർട്ട് ജനനന്മയിൽ വന്നത് ഞാൻ അറിഞ്ഞതല്ല. നിങ്ങൾ അറിഞ്ഞതല്ല? അല്ല. ഇത്രയെങ്കിലും ചെയ്യാതെ പോയാൽ എനിക്കൊരു മനഃശല്യമായിരിക്കും. മറ്റുള്ളവരോട് ഇങ്ങനെ ഒന്നും ഉണ്ടായതായി നിഷേധിച്ചേക്കും. എന്താണ് ഞാന് അവന് രണ്ട് കൊടുക്കേണ്ടതായി വന്നു. കണ്ണടയോട് ജില്ല എവിടെ വെച്ചാ? ചില്ല് ചില്ല് അമ്മാവൻ എന്തെങ്കിലും ഒരു തീരുമാനം ഒന്ന് പറ. കളരി സരസ്വതിയുടെ വീതത്തിൽ വെക്കാത്ത ഒരു തീരുമാനത്തിലും ഞാനില്ല. എന്തായാലും എന്റെ കാലശേഷം പറഞ്ഞേ വീതിക്കും. അതൊക്കത്തില്ല. അമ്മാവൻ കുറച്ചുനാളോടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എത്രയും വേഗം ചത്തൊഴിയണമെന്ന വിചാരമായോ നിങ്ങൾക്ക്? അമ്മാവൻ കുറെ കൂടെ ജീവിച്ചിരിക്കുന്നതിൽ എനിക്കെതിരില്ല. പക്ഷേ കളരിന് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നില്ല. എനിക്കും എതിരില്ല. പൂമൊക്കെപ്പുര ലക്ഷ്മിക്കുട്ടിക്ക് വിട്ടേരെ. പിന്നെ ശ്യാമള എന്ത് ചെയ്യും? എഞ്ചിനീയറെ ഒന്നും കിട്ടാനുള്ള ഭാഗ്യം അവൾക്കില്ലെങ്കിലും
നിങ്ങളെ പോലുള്ള ഒരുത്തന്റെ കൂടെങ്കിലും അവളെ പറഞ്ഞയക്കണ്ടേ? ഞങ്ങളെ പോലെ ആരെങ്കിലും അവളെ കല്യാണം കഴിക്കുമോ അമ്മാവ? ദുഷ്പേര് പിടിച്ചു പോയില്ലേ? അമ്മാവനൊരു കാര്യം ചെയ്യും, ലക്ഷ്മി കുട്ടിയെ പറഞ്ഞത് സമ്മതിപ്പിക്കാമെങ്കിൽ ശ്യാമളെ കൂടെ ഞാൻ ഇങ്ങെടുത്തോളാം. ശരാ, ഇയാള് സിഗരറ്റ് വലിയും തുടങ്ങിയല്ലോ. ഇതിനെന്താ എന്റെ രൂപ എവിടുന്ന്? എന്തോ വേണം അറിഞ്ഞിട്ട്. താൻ കാളെ വരെ വിറ്റിട്ടാണ് കളരി താമസിക്കാൻ കയറിയത്. ശരി, പക്ഷെ അതിനുശേഷം തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ? ഇല്ല. എന്റെ പിള്ളേരൊക്കെ കാണാറുണ്ടോ? നന്നായിരിക്കല്ലേ? അതെ. സരസ്വതി ഒന്നും മിനിങ്ങിട്ടുണ്ട്. ശരി, കളരിക്കകത്ത് വല്ല നിധിയോ മറ്റോ ഉണ്ടായിരുന്നോ അനിയ? തലയുണ്ടായിരുന്നു. ഓടോ, തനിക്ക് ഏതാണ്ട് ഒരു മാർഗം ഉണ്ടായിട്ടുണ്ട്. ഒരു വിധത്തിൽ എനിക്കാണ് ഒരു എഴുന്നേറ്റമില്ലാത്തത്. അനിയ, അനിയ, ഞാനൊരു രഹസ്യം പറയട്ടെ? പറ. ശ്യാമളെ എന്റെ കൂടെ വിടിയിച്ചു തന്നാൽ ഞാനും ഒന്ന് രക്ഷപ്പെട്ടോളാം. ശ്യാമളെ എന്റെ കൂടെ താമസിപ്പിച്ച ചില ചില്ലറ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് വേലായുധം പിള്ളെ അദ്ദേഹം പറഞ്ഞു. വേലായുധം പിള്ള ശ്യാമളെ രഹസ്യമായിട്ട് അങ്ങ് സംരക്ഷിച്ചോളാം. നാരായണ, എന്തെല്ലാം കാണും. നിങ്ങൾ തമ്മിലും അടിപിടിയായോ? തമ്മിലൊന്നുമില്ല. ഞാൻ അവരെ ചവിട്ടിയതാണ്. എന്തിന്? ശ്യാമളെ ആൾ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, വേലായുധം പിള്ള പറഞ്ഞേച്ചതാണ്. അയാളെ വെപ്പാടിയാക്കി നിർത്താൻ. പണത്തിനു മീതെ പരുന്തും പറക്കുകയില്ലെന്നായി. വേലായുധൻ പിള്ളേ, എന്റെ വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. എന്റെ മകനെ വിലക്കെടുത്ത് എന്റെ മകളെ പറ്റി അപവാദം വീഴിച്ചു. എന്റെ അരുദ്രവനെയും നിങ്ങൾ വിലക്കെടുത്തു. ഇറച്ചി വിലയ്ക്ക് എന്റെ മകളെ കൂടി വാങ്ങണമെന്നാണ് നിങ്ങളുടെ ആശ. അതുമാത്രം സാധ്യമല്ല. എല്ലാ ആശകളും അടയുമ്പോൾ ഈ ഭൂമുഖപ്പുരയ്ക്കകത്ത് ഒരച്ഛന്റെയും മകളുടെയും ശവശരീരങ്ങൾ നിങ്ങൾക്ക് കാണാം. അത്രയ്ക്ക് അഭിമാനിയാണ് ഇലഞ്ഞിക്കൽ രാമക്കുറുപ്പ്. ഞാൻ നാടകം അഭിനയിക്കാൻ പോയതാണോ അച്ഛാ ഇതിനെല്ലാം കാരണം? ഒരിക്കലുമല്ല. കുറച്ച് ആളുകളുടെ കയ്യിൽ പൊന്നും പണവും കുമിഞ്ഞുകൂടുന്നു. അവർക്ക് എന്ത് വില കൊടുത്തും മണ്ണും വാങ്ങിക്കാം, മനുഷ്യനെയും വാങ്ങിക്കാം. ജീവിതത്തിൽ വിലപ്പെട്ടതിനെല്ലാം ഇന്ന് അങ്ങാടി വിലയാണ്. നീ ഗതിമുട്ടി അലയുമ്പോൾ പണക്കാർ നിന്നെയും വിലക്കെടുക്കും. ഒരിക്കലും സാധ്യമല്ല. നിന്റെ വിശ്വാസം ഇരിക്കെ തന്നെ നീ അറിയാതെ നിന്നെ അവർ വിലക്കെടുക്കും. ശ്യാമളെ, എന്തോ ഞാൻ കുറച്ചുനാൾ തളർന്നു കിടന്നു പോയാൽ എന്നെ ആര് സംരക്ഷിക്കും? ഞാനുണ്ടച്ചാ, എന്റെ അച്ഛന് ഞാനുണ്ട്. നിനക്ക് സ്വത്തുണ്ടോ? ഇല്ല. നിനക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ? പിന്നെങ്ങനെ നീ എനിക്ക് ഒരിറക്കു മരുന്നോ ഒരു നേരത്തെ കഞ്ഞിയുടങ്ങി? എന്തു ത്യാഗം സഹിച്ചും അച്ഛന് കഞ്ഞി തരണമെന്നൊരു മകൾക്ക് ആശ കാണില്ലേ? ഓടി.